ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, 3-ാം ക്ലാസ്സിൽ ലിസാനുൽ ഖുർആനിലെ 2-ാമത്തെ പാഠമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു വിഷയമാണ്. നമ്മൾ ദിവസവും പല കാര്യങ്ങളും ചെയ്യാറില്ലേ? ആ കാര്യങ്ങൾ പറയുമ്പോൾ സമയം മാറിയാൽ വാക്കുകൾക്കും ചെറിയ വ്യത്യാസമുണ്ടാവും. ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഇന്നലെ ഞാൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. പക്ഷേ ഇന്ന് അതേ സമയമായപ്പോൾ ഞാൻ ബാങ്ക് കേൾക്കുന്നു. നോക്കൂ, ഇന്നലെ കേട്ടു എന്നും ഇന്ന് കേൾക്കുന്നു എന്നും പറഞ്ഞു. കാര്യം ഒന്നു തന്നെയാണ്, പക്ഷേ സമയം മാറിയപ്പോൾ പറയുന്ന രീതി മാറി. ഇന്നലെ കേട്ടു എന്നും പറഞ്ഞു, ഇന്ന് കേൾക്കുന്നു എന്നും പറഞ്ഞു. ചെറിയൊരു കഥ പറയാം. മാജിദ് എന്നൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ പള്ളിയിൽ നിന്ന് ബാങ്ക് കേട്ടു. അപ്പോൾ അവൻ ഉപ്പയോടൊപ്പം പള്ളിയിലേക്ക് പോയി. അവൻ വുളൂ ചെയ്തു പള്ളിയിൽ പ്രവേശിച്ചു. ഉപ്പയോടൊപ്പം നിസ്കരിച്ചു. ശേഷം വീട്ടിലേക്ക് മടങ്ങി. ഇന്ന് രാവിലെ അതേ സമയം വീണ്ടും അവൻ ബാങ്ക് കേൾക്കുന്നു. ഉപ്പയോടൊപ്പം പള്ളിയിലേക്ക് പോകുന്നു. അവൻ വുളൂ ചെയ്യുന്നു, പള്ളിയിൽ പ്രവേശിക്കുന്നു, നിസ്കരിക്കുന്നു, ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നു. കുട്ടികളെ, ഇന്നലെ നടന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിച്ച വാക്കുകൾ കേട്ടു, പോയി, ചെയ്തു, മടങ്ങി എന്നൊക്കെയാണല്ലോ. ഇവ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾക്ക് കേൾക്കുന്നു, പോകുന്നു, ചെയ്യുന്നു, മടങ്ങുന്നു, ഇങ്ങനെ ഈ വാക്കുകളാണ് നമ്മൾ ഉപയോഗിച്ചത്. ഇതുപോലെ അറബിയിലും വ്യത്യസ്ത രൂപത്തിൽ ആണ് പറയുക. അറബിയിൽ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് പറയുന്ന പേരാണ് അൽ ഫിഅലുൽ മുളാരി'. അൽ ഫിഅലുൽ മുളാരി'. ഇനി എല്ലാവരും പാഠത്തിലേക്ക് നോക്കൂ. അതിൽ ചുവപ്പ് നിറത്തിലുള്ള കുറേ വാക്കുകൾ ശ്രദ്ധിച്ചോ. എന്തൊക്കെയുണ്ട്? യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യർജിഉ, തൻതളിറു, യജ്ലിസു, യശ്റബു, യഖൂലു. ഇങ്ങനെ തുടങ്ങിയ കുറേ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോ. എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ? യസ്മഉ എന്ന് പറഞ്ഞാൽ കേൾക്കും. യസ്മഉ കേൾക്കും. യദ്ഹബു പോകും അല്ലെങ്കിൽ പോകുന്നു. യതവല്ലഉ വുളൂ ചെയ്യുന്നു. യദ്ഖുലു പ്രവേശിക്കുന്നു. യുസല്ലി നിസ്കരിക്കുന്നു. യർജിഉ മടങ്ങുന്നു. തൻതളിറു പ്രതീക്ഷിക്കുന്നു, കാത്തു നിൽക്കുന്നു. യജ്ലിസു ഇരിക്കുന്നു. യശ്റബു കുടിക്കുന്നു. യഖൂലു പറയുന്നു. ഇതാണ് ആ വാക്കുകളുടെയൊക്കെ അർത്ഥം. അപ്പോൾ ഈ അർത്ഥം വരുന്ന ഇതുപോലെ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിന് പേരാണ് അൽ ഫിഅലുൽ മുളാരി'. ഈ ഫിഅലുൽ മുളാരിയെക്കുറിച്ചാണ് നമുക്ക് ഈ 2-ാമത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിക്കുക. പാഠത്തിൻ്റെ പേരെന്താ? ഇലൽ മസ്ജിദ്, പള്ളിയിലേക്ക്. ഒരു ചിത്രം കണ്ടില്ലേ? അതിലൊരു കുട്ടിയുമുണ്ട്, ആ കുട്ടിയുടെ ഉപ്പയുമുണ്ട്. അവർ പള്ളിയിലേക്ക് പോകുക. അതിനെക്കുറിച്ചാണ് താഴെ പറയുന്നത്. നമുക്ക് ഒന്ന് അർത്ഥം പറയാം. യസ്മഉ മാജിദുൻ, മാജിദ് കേൾക്കുന്നു, അൽ അദാന ബാങ്ക്. വയദ്ഹബു അവൻ പോകുന്നു, ഇലൽ മസ്ജിദ് പള്ളിയിലേക്ക്, മഅ അബീഹി അവൻ്റെ ഉപ്പയോടുകൂടെ. വയതവല്ലഉ അവൻ വുളൂ ചെയ്യുന്നു. വയദ്ഖുലുൽ മസ്ജിദ അവൻ പള്ളിയിൽ പ്രവേശിക്കുന്നു. യുസല്ലി അവൻ നിസ്കരിക്കുന്നു. സ്വലാത്ത സുബ്ഹി സുബ്ഹ് നിസ്കാരം, മഅ അബീഹി അവൻ്റെ ഉപ്പയോടുകൂടെ, ജമാഅത്തൻ ജമാഅത്തായിട്ട്. ബഅദ സ്വലാത്തി നിസ്കാരത്തിന് ശേഷം, വദ്ദിക്രി ദിക്റിന് ശേഷവും, വദ്ദുആഇ ദുആഇന് ശേഷവും. യർജിഉ മാജിദുൻ മാജിദ് മടങ്ങുന്നു, ഇലൽ ബൈത്തി വീട്ടിലേക്ക്, മഅ അബീഹി അവൻ്റെ ഉപ്പയോടുകൂടെ. വൽ ഉമ്മു ഉമ്മ തൻതളിറുഹു അവനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു, ബിഷായി ചായയുമായിട്ട്. യജ്ലിസു മാജിദുൻ മാജിദ് ഇരിക്കുന്നു. വയശ്റബു ഷായ അവൻ ചായ കുടിക്കുന്നു. വയഖൂലു അവൻ പറയുന്നു, അൽഹംദുലില്ലാഹ്. ഇനി 2-ാമത്തെ പേജിൽ എല്ലാവരും മറിക്കൂ. നഖറു നമുക്ക് വായിക്കാം. അതായത് 1-ാമത്തെ പേജിൽ നമ്മൾ ചുവപ്പ് നിറത്തിലുള്ള കുറേ വാക്കുകൾ കണ്ടില്ലേ? ആ വാക്കുകളെല്ലാം മുഴുവനും ആണ് ഇവിടെ പറയുന്നത്. എന്തൊക്കെയുണ്ട്? യസ്മഉ, യസ്മഉവിൻ്റെ അർത്ഥം എന്ത് ചെയ്യുന്നു? കേൾക്കുന്നു. യദ്ഹബു പോകുന്നു. യതവല്ലഉ വുളൂ ചെയ്യുന്നു.
യദ്ഖുലു പ്രവേശിക്കുന്നു, യുസല്ലി നിസ്കരിക്കുന്നു, യഖൂലു പറയുന്നു, യർജിഉ മടങ്ങുന്നു, യജ്ലിസു ഇരിക്കുന്നു, തൻതളിറു പ്രതീക്ഷിക്കുന്നു, യഷ്റബു കുടിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ മുളാരിയായ ഫിഅൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഇപ്പോൾ നടക്കുന്ന പ്രവർത്തനം അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന പ്രവർത്തനത്തിനേക്കാണ് മുളാരിയായ ഫിഅൽ, അൽ ഫിഅലുൽ മുളാരി എന്ന് പറയുന്നത്. ഇനി മുമ്പ് പാഠത്തിലൊക്കെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ആണിനും പെണ്ണിനും പറയുമ്പോൾ ചെറിയ വ്യത്യാസം വരുന്നതാണ്. അത് നമുക്ക് എന്തൊക്കെയെന്ന് പഠിക്കാം. തഖറഉ വനഫഹമു, നഖറഉ വനഫഹമു, നമുക്ക് വായിക്കാം, മനസ്സിലാക്കാം. അത് കണ്ടോ എല്ലാവരും? അതെ, എന്താ ഉള്ളത്? യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി, യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദ്. യദ്ഹബു എന്ന് മുമ്പ് പറഞ്ഞു, എന്തിൻ്റെ അർത്ഥം? അതെ, പോകുന്നു. അപ്പോൾ യദ്ഹബുൽ വലദു, കുട്ടി പോകുന്നു, ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക്. രണ്ടാമത്തെ എന്താ? യതവല്ലഉ ബാസിമുൻ, ബാസിമു ഉളു എടുക്കുന്നു, മിനൽ ഹൗളി, ഹൗളിൽ നിന്ന് ബാസിമ് ഉളു എടുക്കുന്നു. യസ്മഉ സാലിമുൻ അൽ അദാന, യസ്മഉ എന്തായിരുന്നു അർത്ഥം? അതെ, കേൾക്കുന്നു. സാലിമുൻ, സാലിമ കേൾക്കുന്നു. അൽ അദാന, എന്താ കേൾക്കുന്നത്? ബാങ്ക് കേൾക്കുന്നു. ഇനി അപ്പുറത്തുള്ളത് നോക്കൂ, എന്താ? തഷ്റബു ഫാത്തിമത്തു അഷായ, തഷ്റബു എന്ന് ഉപയോഗിച്ച് ഫാത്തിമ കുടിക്കുന്നു, അഷായ ചായ കുടിക്കുന്നു. തുസല്ലി മാജിദത്തു, മാജിദ നിസ്കരിക്കുന്നു, സ്വലാത്തുൽ അസ്രി, അസ്ർ നിസ്കാരം. തൻതളിറുൽ ഉമ്മ, ഉമ്മ പ്രതീക്ഷിച്ചിരിക്കുന്നു, ഫിൽ ബൈത്തി, വീട്ടിൽ. അപ്പോൾ എല്ലാത്തിനും അർത്ഥം പറഞ്ഞപ്പോഴും പോകുന്നു, ഉളു എടുക്കുന്നു, കേൾക്കുന്നു, അതുപോലെ കുടിക്കുന്നു. യദ്ഹബുൽ വലദു, കുട്ടി പോകുന്നു. അത് ആൺകുട്ടിയാണ് പോകുന്നത്, അതുകൊണ്ടാണ് യദ്ഹബ് ഉപയോഗിച്ചത്. അത് പെണ്ണാണെങ്കിലോ അവിടെ തദ്ഹബു എന്ന് പറയാം, യാന് പകരം ത ആണ് കൊടുക്കുക. ഇനി യതവല്ലഉ, ഉളു എടുക്കുന്നു. ബാസിമൻ, ബാസിമൻ ആൺകുട്ടി അതുകൊണ്ട് യതവല്ലഉ എന്ന് പറഞ്ഞു. ഇനി ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തായിരിക്കും പറയുക? തതവല്ലഉ. ഇനി യസ്മഉ സാലിമൻ, സാലിമ കേൾക്കുന്നു. അപ്പോൾ ആ കേൾക്കുന്നത് ഒരു പെൺകുട്ടിയാണെങ്കിൽ എന്തായിരിക്കും പറയുക? തസ്മഉ, അതെ, തസ്മഉ എന്നാണ് പറയുക. മനസ്സിലായോ? ഇനി ഇപ്പോൾ തുസല്ലി മാജിലെ തഷ്റബു ഫാത്തിമത്തു, ഫാത്തിമ കുടിക്കുന്നു. ആ കുടിക്കുന്നത് ഇനി ബാസിമാണെങ്കിലോ എങ്കിൽ ആൺകുട്ടിയാണെങ്കിലോ യഷ്റബു എന്ന് പറയും. ഇനി തുസല്ലി മാജിദത്തു, മാജിദ് നിസ്കരിക്കുന്നു. ആ നിസ്കരിക്കുന്നത് പെൺകുട്ടി ആയതുകൊണ്ടാണ് തുസല്ലി എന്ന് പറഞ്ഞത്. ഇനി ആൺകുട്ടിയാണെങ്കിലോ അതെ യുസല്ലി എന്ന്, അതിന് പകരം യാ ആയിട്ടാണ് ഉപയോഗിക്കുക. ഇനി തൻതളിറുൽ ഉമ്മു, ഉമ്മ പ്രതീക്ഷിച്ചിരിക്കുന്നു. അപ്പോൾ ഉമ്മ പെണ്ണായതുകൊണ്ടാണ് അവിടെ തൻതളിറു എന്ന് പറഞ്ഞത്. ഇനി പ്രതീക്ഷിച്ചിരിക്കുന്നത് ഉപ്പയാണെങ്കിലോ ഒരാണാണെങ്കിലോ അവിടെ യൻതളിറു എന്നാണ് പറയുക. ഇപ്പോൾ വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ. മാദാ യഫ്അലു മാജിദുൻ, ഇഖ്തറിൽ ജവാബ മിനൽ മുറബ്ബഇ ഹസ്ബ സൂറത്തി. മാദാ യഫ്അലു മാജിദ്, മാജിദ് എന്താണ് ചെയ്യുന്നത്? മാജിദ് എന്ന കുട്ടിയുടെ ചിത്രമാണ് ആ 4 ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ആ കുട്ടി എന്തൊക്കെയാണെന്ന് ആ ചിത്രം നോക്കിക്കൊണ്ട് മനസ്സിലാക്കിയിട്ട് ആ മുകളിലെ ബ്രാക്കറ്റിൽ നിന്നും ഏതാണോ യോജിച്ചത് അതെടുത്ത് എഴുതാനാണ്. മുമ്പ് പറഞ്ഞ അതേ വാക്കുകളാണ്. അത് അർത്ഥം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ പഠിക്കണം കേട്ടോ, നിർബന്ധമായിട്ടും പഠിക്കണം. എന്തൊക്കെ അതിലുള്ളത്? യതവല്ലഉ, ആ ബ്രാക്കറ്റിലുള്ളതൊന്ന് നോക്കൂ. യതവല്ലഉ, ഉളു എടുക്കുന്നു. യഷ്റബു, കുടിക്കുന്നു. യദ്ഖുലു, പോകുന്നു, പ്രവേശിക്കുന്നു. യദ്ഹബു, പോകുന്നു. ഇങ്ങനെ 4 വാക്കുകളാണ് ആ ബ്രാക്കറ്റിലുള്ളത്. ഇനി ആ ചിത്രം നോക്കൂ. ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് മാജിദ് ചെയ്യുന്നത്? അതെ, മാജിദ് പോകുകയാണ്. അതെ, അപ്പോൾ മാജിദ് അപ്പോൾ പോകുന്നു എന്നതിലേക്ക് എന്താണ് അറബിയിൽ പറയുക? അതെ, യദ്ഹബു എന്ന് പറയും. എന്ത് പറയും? യദ്ഹബു, യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു. ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ. എന്താ ചെയ്യുന്നത്? ശ്രദ്ധിച്ച് നോക്കൂ. അതെ, ഉളു എടുക്കുകയാണ് മാജിദ്. ഉളു എടുക്കുകയാണ്. അപ്പോൾ ഉളു എടുക്കുന്നതിനൊക്കെ എന്താ അറബിയിൽ പറയുക? യതവല്ലഉ എന്നാണ്. യതവല്ലഉ മാജിദുൻ മിനസ്സുംബൂരി, മാജിദ് പൈപ്പിൽ എന്ത് ചെയ്യുന്നു? ഉളു എടുക്കുന്നു. ഇനി മൂന്നാമത്തെ ചിത്രം നോക്കൂ.
എന്താ മാജിദ് ചെയ്യുന്നത്? വെള്ളം കുടിക്കുകയാണ് മാജിദ് അല്ലേ. അപ്പോൾ വെള്ളം കുടിക്കുന്നതിന് എന്താ അറബിയിൽ പറയുക? യഷ്റബു എന്നാണ് പറയുക. അപ്പോൾ യഷ്റബു മാജിദുൻ അൽ മാ എന്നവിടെ എഴുതി കൊടുക്കണം. 4ാമത്തെ ചിത്രം നോക്കൂ. എന്താ മാജിദ് ചെയ്യുന്നത്? പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ്, പള്ളിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ പള്ളിയിൽ പ്രവേശിക്കുന്നതിന് എന്ത് പറയും? പ്രവേശിക്കുന്നു എന്നതിന് എന്താ പറയുക? യദ്ഖുലു എന്നാണ് പറയുക. അപ്പോൾ അവിടെ എന്ത് എഴുതി കൊടുക്കേണ്ടത്? യദ്ഖുലു എന്ന് അവിടെ എഴുതി കൊടുക്കണം. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ പറയാം. ഇതെല്ലാവരും ഇത്രയും ഭാഗം നന്നായി പഠിക്കുക. അല്ലാഹു നമ്മളൊക്കെ സ്വാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.